The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello children, welcome back to EVS class. എല്ലാവർക്കും സുഖമാണോ? യെസ്, ക്ലാസ്സസ് ഒക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയക്കുന്നുണ്ടോ ടീച്ചേഴ്സിന്? കുറച്ച് പേരൊക്കെ ഇപ്പോഴും മടി കാണിച്ച് അയക്കാറില്ല. അപ്പോൾ ആരൊക്കെയാണ് നേരത്തെ എണീക്കാൻ തുടങ്ങാത്തവർ, അവർ വേഗം നേരത്തെ എണീച്ചു തുടങ്ങുക, ഗുഡ് മോർണിംഗ് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് ഇനി കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, നമ്മുടെ അക്കാഡമിക് ഇയർ കഴിയാറായി. സോ ഇറ്റ്സ് ഹൈ ടൈം ടു സ്റ്റാർട്ട് കോൺസെൻട്രേറ്റിംഗ് ഓൺ യുവർ സ്റ്റഡീസ് അല്ലേ? എക്സാം ആവാറായി. അപ്പോൾ കുറച്ച് നേരത്തെ എണീക്കുക, സൂര്യപ്രകാശം കൊള്ളുക, പിന്നെ നല്ലപോലെ ഭക്ഷണം കഴിക്കുക, കുറച്ച് പഠിക്കുക, കുറച്ച് കളിക്കുക, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇപ്പോൾ ചൂട് തുടങ്ങി അല്ലേ? അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ചെറിയ ചെറിയ കനാലിലൊക്കെ വെള്ളം വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ അവിടെ പോയി കളിക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മളിപ്പോൾ കുറച്ചിടയായിട്ട് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? കുട്ടികൾ കളിക്കാനായിട്ട് പോയി ഒഴുക്കുള്ള വെള്ളത്തിൽ പെട്ടു അല്ലേ? അങ്ങനത്തെ കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും തനിച്ച് എവിടേക്കും പോകരുത്, കൂടെ പാരൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ചൂട് കാലമാണ് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പോയി കുളിക്കുക അല്ലേ? കനാൽ വെള്ളത്തിൽ കുളിക്കുക, അല്ലെങ്കിൽ അടുത്ത് പുഴകളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നീന്തി കളിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. പാരൻസ് ഇല്ലാതെ തനിച്ച് പോകരുത്, അപകടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വി വിൽ സ്റ്റാർട്ട് വിത്ത് ടുഡേസ് സെഷൻ. In the last two videos, we were discussing about the different types of animals. അല്ലേ? കുറേ ടൈപ്സ് ഓഫ് ആനിമൽസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബേർഡ്സ്, ഇൻസെക്ട്സ്, അവരുടെ ഫീച്ചേഴ്സ് എന്താണ്, അവരുടെ ബോഡി പാർട്സ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇൻ ദി പ്രീവിയസ് വീഡിയോ വി ഡിസ്കസ്ഡ് അബൌട്ട് ദ വൈൽഡ് അനിമൽസ്, പെറ്റ് അനിമൽസ്, ഡൊമസ്റ്റിക് അനിമൽസ്, ഫാം അനിമൽസ്, എങ്ങനെയാണ് ഫാം അനിമൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ ടുഡേസ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദീസ് അനിമൽസ്. എങ്ങനെയാണ് അനിമൽസിനെ നമ്മൾ കെയർ ചെയ്യാൻ പറ്റുക? ഹൗ ക്യാൻ വി ടേക്ക് കെയർ ഓഫ് ദം? വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദിസ് ഇൻ ടുഡേസ് ക്ലാസ്. ഇറ്റ് ഈസ് എ വെരി സ്മോൾ ടോപ്പിക് ആൻഡ് വിത്ത് ടുഡേസ് ക്ലാസ് we will be completing the chapter also. Now you can take page number 39 of your studio book and follow from it. Okay? Yes. Ways to take care of animals. Vikas wants to help his grandfather and uncle in taking care of some animals on the farm. So Vikas is still in his grandfather's place. അല്ലേ? വികാസ് ഇപ്പോഴും ഗ്രാൻഡ്ഫാദറിൻ്റെ വീട്ടിലാണ്. He saw different types of animals in the grandfather's farm and now he wanted to help his grandfather. എങ്ങനെയാണ് ഗ്രാൻഡ്ഫാദറിനെ ഈ അനിമൽസിൻ്റെ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യാനായിട്ടൊരു ആഗ്രഹം തോന്നി. So you can see two pictures in page number 39 and it is an activity. Activity number 10.5. Identify the activities that Vikas does on the farm. So he is helping his grandfather. Vikas is helping his grandfather in the farm. What is he doing in the first picture? Yes, Vikas is bathing the cow. What about the second picture?
Yes, he is giving food to the hen. Alle? So Vikas is feeding the hen. So from these two pictures, we can make out that Vikas is helping his grandfather. So we will continue with the chapter. We must treat animals well. We must not hit, tease or harm them. We must also feed them regularly. We must provide good care to animals that are sick or wounded. We should take them to an animal doctor. So, എങ്ങനെയാണ് ആനിമൽസിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ആനിമൽസ് ഒരു ലിവിങ് തിങ് ആണ് അല്ലേ? സോ വി ഷുഡ് ട്രീറ്റ് ദം പ്രോപ്പർലി. അവരെ ഹേർട്ട് ചെയ്യാൻ പാടോ? നോ, ബിക്കോസ് ഇറ്റ് പെയിൻസ് ഫോർ ദം ഓൾസോ അല്ലേ? നമുക്ക് വേദനിക്കുന്ന പോലെ തന്നെയാണ് ആനിമൽസിനെ ഹേർട്ട് ചെയ്താൽ അവർക്കും വേദനിക്കും. അതേപോലെ കല്ലെറിയുക, ഉപദ്രവിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല. വി ഷുഡ് നോട്ട് ഹേർട്ട് ദം ഓർ ടീസ് ദം. ആൻഡ് ഹൗ അബൌട്ട് ഫീഡിങ്? എപ്പോഴെങ്കിലും ഫുഡ് കൊടുത്താൽ മതിയോ? നോ, യു ഹാവ് ടു ഫീഡ് ദം റെഗുലർലി. ഓൺലി ദെൻ ദ ആനിമൽസ് വിൽ ബി ഹെൽത്തി അല്ലേ? ഫാമിലത്തെ അനിമൽ ആണെങ്കിലും പെറ്റ് അനിമൽ ആണെങ്കിലും വി ഹാവ് ടു feed them regularly and take good care of them. And we must provide good care to animals that are sick or wounded. So if any animal falls sick, what we can do? Yes, we need to take those animals to the animal doctor or the veterinary doctor. Same way, if any animal is wounded, അല്ലേ, എങ്ങനെയെങ്കിലും പരിക്ക് പറ്റുകയാണെങ്കിൽ same way we need to take these animals to the doctor. അല്ലെങ്കിൽ എന്താവും? ഒന്നും കൂടി വയ്യാതാവും, ആ ഇൽനെസ് കൂടും അല്ലേ? ആ വൂണ്ട് ഒന്നും കൂടി മോശമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി വി ഹാവ് ടു ടേക്ക് ദം ടു ദി ആനിമൽ doctor. If they are not well or if they are wounded, it is always better to take them to a veterinary doctor or an animal doctor. Now we will move on to the next page, page number 40. Here you have an activity number 10.6. You can see the 4 pictures here. Tick the pictures that show people taking care of animals and cross out the pictures that show people hurting the animals. So you can see 4 pictures here. You have to tick the picture that represents the taking care of animals. ഏതൊക്കെ പിക്ചറിലാണോ ആനിമൽസിനെ ടേക്ക് കെയർ ചെയ്യുന്നത് അവിടെ നമ്മൾ ടിക്ക് ഇടുക. അല്ലാത്തത് ഹേർട്ട് ചെയ്യുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ we need to cross it out. So you can do it. The first picture, see, the boy is hurting the dog, so you can put a cross mark. In the next picture, doctor is treating the dog, you can put a tick mark. In the third picture, you can see a man harming the dog, you can put a cross mark there. And in the fourth picture, you can see a man feeding the cow, so you can put a tick mark there. Write one way in which you can take care of animals. How can you take care of the animals? You can write any one way. You can write feed them regularly, do not hit or tease them or harm them, and provide care to sick and wounded animals. Any one thing you can write it here. Now we will continue with the chapter. Vikas has now seen all the animals in the farm and how they are looked after. He promises his grandfather that he would treat all animals well with love and care. അപ്പോൾ വികാസ് has seen all the animals in the farm. അല്ലേ, ഫാമിലത്തെ എല്ലാ ആനിമൽസിനെയും കണ്ടു. എങ്ങനെയാണ് ഓരോരോ ആനിമലിനെയും അവർ ടേക്ക് കെയർ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും മനസ്സിലാക്കി അല്ലേ. ആൻഡ് ഹി ഓൾസോ പ്രോമിസ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ദാറ്റ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് ദി ആനിമൽസ് ആൻഡ് ഹി വിൽ ട്രീറ്റ് ദി ആനിമൽസ് വെൽ. അതേപോലെ ആനിമൽസിനെ സ്നേഹിക്കുകയും അതിനെ ടേക്ക് കെയർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഹി ഈസ് പ്രോമിസിങ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ദ കൺക്ലൂഷൻ ഈസ് all animals deserve respect. Treating animals with kindness is a great way to show that you care for them.
സോ എല്ലാ അനിമൽസും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട് അല്ലേ. ഓരോ ലിവിങ് തിങ്ങിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം അല്ലേ. സോ ആനിമൽസ് ഓൾസോ ഫോൾ അണ്ടർ ലിവിങ് തിങ്സ് and they also deserve respect. So it is very important that we care for them. അപ്പോൾ നമ്മുടെ സ്നേഹം അവരെ എങ്ങനെയാണ് അറിയിക്കേണ്ടത്, നമ്മൾ അവരെ എങ്ങനെയാണോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്, നമ്മൾ അവർക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്തു കൊടുക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ നമ്മുടെ സ്നേഹം മനസ്സിലാക്കുന്നത്. സോ വി നീഡ് ടു ട്രീറ്റ് ദി ആനിമൽസ് വിത്ത് ലവ് ആൻഡ് വി ഷുഡ് നോട്ട് ഹേർട്ട് ദെം. സോ ദിസ് ഇസ് വാട്ട് ദേ ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ in this topic, that we should always care for the animals. We should not hurt or harm or tease the animals. നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഏതൊരു അനിമലിനെയും നമ്മൾ ഹേർട്ട് ചെയ്യാനോ ഹാം ചെയ്യാനോ പാടില്ല. Okay, I think now you are clear with this topic. Now we will discuss the concept map. Under animals around us, we had 2-3 topics. One was parts of different animals, different types of, and how can we take care of the animals. So in parts, animals breathe through their nose, birds fly using wings, insects have 6 legs. These were the different parts of the animals. What about the types? We discussed about wild animals, pet animals and farm animals, and you need to write 2 examples in each case. Under wild animals you can write lion and tiger. Pet animals ഡോഗും കാറ്റും എഴുതാം. ഫാം അനിമൽസിൽ ഷീപ്പ് എഴുതാം, കൗ എഴുതാം, hen എഴുതാം. As you wish, you can write any 2 animals. How can you take care of the animals? Yes, do not tease or hurt the animals. Feed them regularly. Then take the sick animals to the hospital. So we have completed the chapter and we also discussed the concept map. You need to go through the content once again. Okay, chapter onnum koodi, chapter complete aayi. So you can read the chapter once again. Try to remember all the important points in it. Okay, homework ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുക, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് വെക്കുക, ഒരുപാട് പെൻഡിങ് വെക്കേണ്ട, എക്സാംസ് ആവാറായി. ഓക്കെ, സോ ഫിനിഷ് യുവർ വർക്ക് ആസ് സൂൺ ആസ് ദ ടീച്ചേഴ്സ് ഗിവ് യു. ഹാർഡ് വേർഡ്സ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് സെയിം വേ യു നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഓൾസോ. See you soon in the next video with a new chapter. Till then, take care of yourselves. Bye.